നമ്മുടെ നാടിന് നല്ലത് സംഭവിച്ചാൽ ആ നല്ലത് അംഗീകരിക്കാൻ വിഷമമുള്ള ഒരു കൂട്ടരിവിടെയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നാട്ടിന് മാറ്റങ്ങളൊന്നും ഉണ്ടാകരുത്, പുരോഗതി ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവരും നാട്ടിലുണ്ട്. ഇത് 2016 മുതൽ നാം കാണുന്നൊരു കാര്യമാണ്. ഇപ്പോൾ വേണ്ട, പിന്നെ എപ്പോഴാണ്? ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്യണമല്ലോ. കാരണം കാലം മുന്നോട്ട് പോവുകയില്ല, അതാരെയും കാത്തു നിൽക്കില്ലല്ലോ. ഇപ്പം നാം നേടേണ്ട നേട്ടങ്ങൾ ഇപ്പം നേടിയില്ലെങ്കിൽ നമ്മൾ പുറകോട്ടായി പോവുമല്ലോ. ആ പുറകോട്ടാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ, ലോകത്താകെ നടക്കുന്ന വികസനം, പുരോഗതി, അതിനനുസൃതമായി കാലാനുസൃതമായി നമ്മളും പുരോഗതി നേടണ്ടേ? ഇപ്പോൾ വേണ്ട എന്ന് ധരിക്കുന്നവർ ആ വികസനത്തെയും പുരോഗതിയാണല്ലോ തടയുന്നത്. ഇവിടെ അത്തരത്തിലുള്ള ഒരുപാട് ശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. നാം ഒരു താരതമ്യ പഠനത്തിലേക്ക് കടക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വളരെ വിശദമായി ഈ കാര്യങ്ങളിലേക്ക് പോയാൽ നിങ്ങളുടെ സംസാരിക്കാനുള്ള സമയം കുറഞ്ഞു പോകും. നമുക്കൊരു മണിയാകുമ്പോൾ ഈ പരിപാടി അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഈ ആമുഖ ഭാഷണത്തിൽ ചുരുക്കി പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ സംസ്ഥാനത്തെ യുവജനങ്ങൾ വലിയ തോതിൽ ആഗ്രഹിക്കുന്ന ഒരു രംഗമാണ് IT രംഗം വികസിക്കുക എന്നുള്ളത്. ഇവിടെ വളരെ നേരത്തെ കേരളത്തിലാണ് IT രംഗത്ത് ഫലപ്രദമായ മുൻകൈ ഉണ്ടായത്. രാജ്യത്താദ്യമായി ടെക്നോ പാർക്ക് നമ്മളാണ് സ്ഥാപിച്ചത്. പക്ഷേ അതിനനുസൃതമായ പുരോഗതി നേടാൻ കഴിഞ്ഞുവെന്ന് അവകാശപ്പെടാൻ നമുക്ക് പറ്റില്ല. 2016 നമ്മുടെ IT പാർക്കുകളിൽ 640 കമ്പനികളാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 1106 കമ്പനികളായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് നല്ല മാറ്റം, പുരോഗതി ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 2016 സർക്കാർ IT പാർക്കുകളിൽ തൊഴിലെടുത്തിരുന്നവർ 78,068 പേരാണ്. ആ 78,068 പേര് ഇപ്പോൾ 1,48,000 വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ മൊത്തം IT കയറ്റുമതി അത് 2016 34,123 കോടി രൂപയുടേതായിരുന്നു. ഇപ്പോൾ 90,000 കോടി രൂപയുടെ കയറ്റുമതിയാണ് നടക്കുന്നത്.
34ൻ്റെ സ്ഥാനത്ത് 90ആയി. ഇവിടെ സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് രാജ്യവും ലോകവും കേരളം നല്ല പുരോഗതി നേടുന്നുവെന്നാണ് കണക്കാക്കുന്നത്.